അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്പർ സീരീസാണ്. അപ്പോൾ എന്താണ് ഒരു നമ്പർ സീരീസ്? ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിനകത്ത് ചെയ്യുന്നു 1, 2, 3, 4, 5, ഡാഷ്. ഇതിങ്ങനെയായിരിക്കും നമ്മളോട് PSCയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5 ഡാഷ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സിമ്പിളാണ്, അറിയാം. ഓക്കെ, 1 കഴിഞ്ഞാൽ 2 ഇവയുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. 2ഉം 3ഉം തമ്മിലുള്ള പൊതുവ്യത്യാസം 1 ആണെന്ന് നമുക്കറിയാം. 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 1. 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 1. അങ്ങനെയെങ്കിൽ ഡാഷ് ഇട്ടിരിക്കുന്നിടത്ത് ഏത് സംഖ്യ വരുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എല്ലാം പൊതുവ്യത്യാസം 1 ആണെങ്കിൽ അടുത്ത പൊതുവ്യത്യാസം 1 ആയിരിക്കണ്ടേ? അങ്ങനെയെങ്കിൽ 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ, ആ പൊതുവ്യത്യാസം കൂട്ടിയാൽ എന്ത് പറ്റും? അടുത്ത സംഖ്യ കിട്ടി. നോക്കിയേ, 1ൻ്റെ കൂടെ പൊതുവ്യത്യാസം 1 കൂട്ടിയപ്പോൾ 2 കിട്ടി. 2ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ പൊതുവ്യത്യാസമായി 1 കൂട്ടിയപ്പോൾ 3 കിട്ടി. അങ്ങനെയെങ്കിൽ 5ൻ്റെ കൂടെ പൊതുവ്യത്യാസം ആയ 1 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 ആയിരിക്കും നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 6. ഇത് ഏറ്റവും സിമ്പിളാണ്. ഇത് പല സമയങ്ങളിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രേഡ് എക്സാമിനൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യനാണ്. നിങ്ങളോർക്കും ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യനൊക്കെയാണ് PSC നമ്മളോട് ചോദിക്കാറ്? അതെ, നമ്മളോട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു രണ്ടാമത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 0, 0, 1, 2, 3, 5. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ഏതായിട്ട് വരാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൺഫ്യൂഷനായിരിക്കും. കാരണം ഇതെന്ത്, ഈ 0 ഇവിടെ വന്നു, 1 വന്നു, 2 വന്നു, 3 വന്നു. ഓക്കെ, അത് കറക്റ്റ്. പിന്നെ ഈ 5 വന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമ്മളെ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഓഡ് സംഖ്യ അല്ലെങ്കിൽ ഒറ്റ നമ്പർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് നമ്മുടെ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് 1, 3, 5, 7, 9 എക്സെട്ര അതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സെയിം കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഓഡ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു പേരാണ് ഈവൻ സംഖ്യ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്നൊരു പേര്. ഇരട്ട സംഖ്യ എന്നൊരു പേര്. അപ്പം ഈവൻ നമ്പർ 1, 3, 5, 7, 9 ആണെങ്കിൽ ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഏതായിട്ട് വരും? അത് 2, 4, 6, 8, 10. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഓഡ് നമ്പറും പറഞ്ഞു, ഈവൻ നമ്പറും പറഞ്ഞു. ഇനി നമ്മളൊരു കാര്യം പഠിക്കാനുള്ളതാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൈം നമ്പർ നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം കേട്ട് നമ്മൾ മടുത്തൊരു കാര്യമാണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ. അതായത് ഈ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കതിന് ഫാക്ടറുകളൊന്നും ഉണ്ടാകത്തില്ല. ഫാക്ടറുകളെന്ന് പറഞ്ഞാൽ ആ സംഖ്യയോ 1 ആയിരിക്കും അതിൻ്റെ ഫാക്ടർ. അതായത് ഒന്നുകൂടെ നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഒരു സംഖ്യ എടുത്തു 4. 4നെ നമുക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാം? നമുക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആണേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശിഷ്ടം നമുക്ക് റിമൈൻഡർ 0 ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ 4നെ നമുക്ക് 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കി, നമുക്ക് വേറെ ഏതോ ഒരു സംഖ്യ കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റി. 4നെ ആ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. 4നെ 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കണേ, 4നെ നമുക്ക് 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം 2. 2നെ നമുക്ക് ഏതൊക്കെ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2നെ നമുക്ക് 2 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലോ നമുക്ക് 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം സംഖ്യേനെ, ഏതൊരു സംഖ്യേനെയാണോ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. 5. 5നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 കൊണ്ടോ? ഇല്ല. 2 കൊണ്ട്? ഇല്ല. 1 കൊണ്ട്? ഇല്ല. ഡിവൈഡ് ചെയ്യാൻ പറ്റും, നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു സംഖ്യ കിട്ടത്തില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 2. ശിഷ്ടം ഒന്നും കിട്ടിയില്ല. അങ്ങനെ വരുന്ന കേസിനെയാണ് നമ്മൾ നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണ്, മനസ്സിലാക്കണം.
അപ്പോൾ ആ സംഖ്യയോ അല്ലെങ്കിൽ ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 3-4 പ്രൈം നമ്പർ ഏതാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാം. 1, 2, 3, 4 ഉണ്ടോ പ്രൈം നമ്പർ? അല്ല. 5, 6 ഉണ്ടോ പ്രൈം നമ്പർ? ഇല്ല, 6 വരത്തില്ല, കാരണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പം വരത്തില്ല. 3, 5, 7, 7 കഴിഞ്ഞാൽ 8 വരുമോ? ഇല്ല. 9 ഇല്ല. പിന്നെ 11, 13, 15 പറ്റുമോ? ഇല്ല. 17, 19, 20, 21, 22, 23, 24 പറ്റുമോ? 25 പറ്റുമോ? 26 പറ്റുമോ? 27 പറ്റുമോ? പിന്നെയുള്ളത് നമുക്ക് 28 പറ്റിയില്ല, 29, 31, 29, 29, 31. അങ്ങനെ ആണ് പ്രൈം നമ്പർ പോകുന്നത്. നമുക്ക് 50 വരെയുള്ള പ്രൈം നമ്പർ ഒന്ന് അറിഞ്ഞിരിക്കുകയെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. നമുക്കിതെല്ലാം ക്ലാസ്സിനകത്ത് നമുക്ക് ചേർക്കാനായിട്ട് പറ്റത്തില്ല. വരുന്ന ഓരോ സീരീസിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. പ്രൈം നമ്പർ ഒന്നുകൂടെ ഒന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചോണം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഓർത്തോണം, 1, 2, 3, 5, 7, 9 ഇല്ല, 11, 7 കഴിഞ്ഞാൽ 11, 11 കഴിഞ്ഞാൽ 13, 17, 19, 21 ഇല്ല, പ്രൈം നമ്പർ അല്ല. 21 പ്രൈം നമ്പർ അല്ല. 23, 19 കഴിഞ്ഞാൽ 23, 23 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 29 പിന്നെ 31 ഉണ്ട് പ്രൈം നമ്പർ. ഇനി തീർന്നിട്ടില്ല, നമുക്ക് ഇനിയും പ്രൈം നമ്പർ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1, 2, 3, 5 അടുത്ത സംഖ്യ ഏത്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ശ്രേണി തന്നിട്ടുണ്ട്, 1, 2, 3, 5 ക്വസ്റ്റ്യൻ മാർക്കും തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പം നമുക്ക് നോക്കുമ്പം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയായിരുന്നു, അതൊരു ഓർഡറിലായിരുന്നു. പക്ഷേ 4 ഇല്ല. പിന്നെ വന്നിരിക്കുന്ന 5 ആണ്. ഞാനിവിടെ ഓപ്ഷൻ എഴുതിയിട്ടില്ല, നമ്മുടെ വരുന്ന ക്വസ്റ്റ്യനുകളിലേക്കെല്ലാം ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിക്കും. അപ്പം ഇതൊരു പ്രൈം നമ്പറാണ്. നമ്മൾ ആദ്യമേ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു, ആ വീഡിയോ കണ്ടു. അതിനകത്ത് നോക്കണം പ്രൈം നമ്പർ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാൽ 1, 2, 3, 5, 7. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ 7 ആയിരിക്കും വരുന്നത് ആണേ. ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളൊരു സാധനമാണ് നമ്മളുടെ സ്ക്വയേഴ്സ്, നമ്മളുടെ വർഗം. ഇത് പഠിച്ചു വെക്കണം. നമ്മൾ ഈ റീസണിങ്ങിനാണേലും മാത്സിനാണേലും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കേസാണ് ഈ നമ്മുടെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളാണ്. 10 വരെ എല്ലാവർക്കും സ്ക്വയർ അറിയാം. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, എല്ലാവർക്കും അറിയാലോ. 2 സ്ക്വയർ 4 ആണ്. 3 സ്ക്വയർ നമ്മൾ അറിയാൻ മേലാത്തവർ ഈ കൂടെ നമ്മൾ എഴുതുന്ന കൂടെ പഠിച്ച് വരണേ. ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വെറുതെ സമയം കളയാനില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഈ കൂടെ പഠിച്ചെടുക്കണം. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 4 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 16 ആണ്. ഇതെല്ലാം നമുക്കറിയാം. 5 സ്ക്വയർ 25 ആണ്. 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. നമ്മുടെ 7 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 49. 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. 9 സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. 10 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം 100 ആണ്. ഇത്രയും ഏറ്റവും ബേസിക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു അത്യാവശ്യം ഒരു 30 വരെ അറിഞ്ഞിരിക്കാമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് ഇത് ഒന്നിരിക്കട്ടെ. നമ്മൾ ഇനി ഇത് അറിയാം. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഏത് മാർഗ്ഗമാണെങ്കിലും, മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ, ഏതെങ്കിലും നിങ്ങൾ എടുക്കുക. 5 സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100 ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നു. ഇനിയൊരു കുറച്ചുകൂടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ പഠിക്കാത്ത കേസാണെങ്കിൽ ഇതിപ്പോൾ തന്നെ പഠിക്കണം. 11ൻ്റെ സ്ക്വയർ 121, 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144, 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169, 14ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം 196. ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. 13ൻ്റെ സ്ക്വയർ 169. ആ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 14ൻ്റെ സ്ക്വയർ 196. ഇനി 15ൻ്റെ സ്ക്വയർ 225 ആണ്. നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. നമ്മൾ 20 വരെ ഇപ്പോൾ പഠിക്കും.
എന്നിട്ട് ബാക്കിയത്തെ ഒരു 10 കൂടെ 30 വരെയുള്ള നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 16ൻ്റെ സ്ക്വയർ എന്ന് വേഗം എല്ലാവരും ഒന്ന് ഓർക്കണം. 15ൻ്റെ സ്ക്വയർ 225 ആണെങ്കിൽ 16ൻ്റെ സ്ക്വയർ 256. 17ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? അത് 289 ആയിരിക്കും. 18ൻ്റെ സ്ക്വയർ എത്രയാണ്? 324. 19ൻ്റെ സ്ക്വയറോ? 19ൻ്റെ സ്ക്വയർ 18ൻ്റെ സ്ക്വയർ 324 ആണെങ്കിൽ 19ൻ്റെ സ്ക്വയർ 361 ആയിരിക്കും. 20ൻ്റെ സ്ക്വയർ നമുക്കറിയാം 400. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നു 1, 2, 3, 4. അടുത്ത ഡാഷ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സെയിം ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞു 1, 2, 3, 4. അപ്പോൾ ഏതായിരിക്കും? 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടിയ ആൻസർ 5 ആണെന്ന് നമുക്ക് കിട്ടി. എളുപ്പമാണ്. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ ആദ്യം പറഞ്ഞു കാരണം ആ പൊതുവ്യത്യാസം ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. അത് നമുക്ക് ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്യണേ. 1, 2, 3, 5. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡാഷ് 1, 2, 3, 5 ഡാഷ്. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെ നോക്കണേ. 6, 7, 9, 11. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞ അവിടെ നിർത്തിയപ്പോഴാണ് നമ്മൾ പ്രൈം നമ്പറിനെ കുറിച്ച് പറഞ്ഞു വന്നത്. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 5. 5 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ആരായിരിക്കും വരാനുള്ളത്? ഓപ്ഷനിൽ നോക്കി. 6 പ്രൈം നമ്പറാണോ? അല്ല. പിന്നെ പ്രൈം നമ്പർ വരുന്ന ഏതാ? 7. അപ്പോൾ നമ്മുടെ ആൻസർ 7 ആയിരിക്കും നമ്മുടെ ആൻസർ. പ്രൈം നമ്പർ ഓർത്തോണേ, അതൊന്ന് ഓർത്ത് പഠിച്ചോണം കേട്ടോ. പ്രൈം നമ്പർ നമുക്ക് കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത്, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹരിക്കാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ടും. അങ്ങനെയുള്ള കേസിനെ നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കവർ ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 2, 4, 6. അപ്പോൾ നമുക്ക് 2 കഴിഞ്ഞാൽ നമ്മൾ പൊതുവ്യത്യാസം ചുമ്മാ നോക്കി. 2ൻ്റെ 4ൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം 2 ആണ്. 4ൻ്റെയും 6ൻ്റെയും ഇടയിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ അത് ശരിയായത് കാരണം അടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആയിരിക്കണം. അപ്പം നോക്കി, ഫസ്റ്റ് സംഖ്യയുടെ പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സംഖ്യ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 6ൻ്റെ കൂടെ പൊതുവ്യത്യാസമായ 2 കോമൺ ഡിഫറൻസ് 2 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് 8 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ 8 ഇവിടെ ആൻസർ ഉണ്ടോ? അതെ, ഓപ്ഷൻ സി നോക്കി 8 ആൻസർ കിടപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ആൻസർ സി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ പറഞ്ഞ 1, 3, 5 അടുത്ത സംഖ്യ ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡ് നമ്പറിൻ്റെ കാര്യം പറഞ്ഞു, ഈവൻ നമ്പറിൻ്റെ കാര്യം പറഞ്ഞു, പ്രൈം നമ്പറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏതാ? ഒറ്റ സംഖ്യയുടെ ഒരു സീരീസ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? 1, 3, 5. അപ്പോൾ 5 കഴിഞ്ഞ അടുത്ത ഒറ്റ സംഖ്യ ഏതാ? അത് 7 ആയിരിക്കും. 7 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 7 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, പൊതുവ്യത്യാസം നോക്കിയേ. 1, 3 തമ്മിലുള്ള പൊതുവ്യത്യാസം 2 ആയിരിക്കും. 3, 5 തമ്മിലുള്ള പൊതുവ്യത്യാസം 2 ആയിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യകളുടെ പൊതുവ്യത്യാസം 2 ആകണം. 5ൻ്റെ കൂടെ ആ പൊതുവ്യത്യാസം കൂട്ടിയപ്പോൾ നമുക്ക് 7 എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഈ 3 കൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് PSCയിൽ. നമ്മളുടെ LD ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ, ഈ ഒരു ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ട് കളയരുത് ഈ കൺസെപ്റ്റ്. നമുക്കിത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമുള്ള ഒരു കേസാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കേസിനെ ആസ്പദമാക്കി PSC ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മോഡലായിരുന്നു നമ്മളിവിടെ പറഞ്ഞത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 3, 15, 4, 16, 5, 17, 6, -7. അപ്പം 3, 15, 3 15 4 16 5 17. അപ്പം നോക്കി, നമ്മൾ നോക്കുമ്പം ആദ്യത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ 5 ഇരട്ടി. 5 × 3 ആണ് 15. അപ്പോൾ അത് ശരിയാണ്, സമ്മതിച്ചു. 4 × 4 ആണ് 16. അപ്പോൾ നോക്കിയേ അടുത്ത സംഖ്യ നോക്കിയേ, 5 × 3 15 വരുള്ളൂ, 17 വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് തെറ്റാണ്. നോക്കി, അങ്ങനെയെങ്കിൽ ഇതിനെന്തായിരിക്കും ഒരു പോംവഴി? നിങ്ങൾ ഒന്നരാടൻ അടുത്തൊരു മോഡലാണ് നമ്മൾ പറയുന്നത്. ഒന്നിടപെട്ട സംഖ്യകളൊന്ന് നോക്കിയേ. 3 4 നോക്കി, ഒന്നിടപെട്ട് നമ്മൾ നോക്കി 3 4 നോക്കി, 4 5 3 4 4 5 5 6 6 7 മാറി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ എത്രയാ? 3 4 5 6 7. അപ്പോൾ ആ സീരീസ് കറക്റ്റാണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ നോക്കി ഒന്നിടപെട്ട അടുത്ത സീക്വൻസ് നോക്കി, 15
15 16 16 17. അപ്പം 15 16 16 17. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ഏത് വരണം? 17 ഏതായിട്ട് മാറണം? 18 മാറണം. അപ്പം 1 വ്യത്യാസമായിട്ട് വന്നു എന്ന് നോക്കി. 3 4 4 5 5 6. അങ്ങനെയെങ്കിൽ 15 16 16 17 17 18. ഞാൻ ഇതാണ് പറയുന്നത്. നമ്മൾ പല മോഡലുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഒരേ മോഡൽ തന്നെ നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അത് തന്നെ കിട്ടിയെങ്കിലേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇങ്ങനെ പല മോഡലുകൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ റീസണിങ് നമുക്ക് തറവാകാൻ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. 68 81 96 അറിയത്തില്ല -132. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുമെന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. 68 ഇപ്പം 4ൻ്റെ സ്ക്വയർ 16 ഈ 4ൻ്റെ ക്യൂബാണോ? 4ൻ്റെ ക്യൂബ് അവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. 4ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 64. ഈ 4ൻ്റെ ക്യൂബ് +4 കൂട്ടുമ്പോൾ നമുക്ക് 68 കിട്ടും. അങ്ങനെയെങ്കിൽ 81 വരണമെങ്കിൽ ഏതാ മാർഗം? 81 വരണമെങ്കിൽ ഏതിൻ്റെ ക്യൂബ് വരാൻ പറ്റുള്ളൂ? 3ൻ്റെ ക്യൂബ് വരുമ്പോൾ 27. 4ൻ്റെ ക്യൂബ് ഇതാണ്. 4 കഴിഞ്ഞാൽ പിന്നെ 5. 5ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 125. അപ്പോൾ അത് ഒരുപാട് വലുതായിപ്പോയി. നമുക്ക് തന്നിരിക്കുന്ന സംഖ്യേനേക്കാളിലും ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇതിനെന്തായിരിക്കും ഒരു പോംവഴി? 68 81. 81 96. 96 എന്തോ ആയി, അത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെയുള്ളത് 132. അപ്പോൾ ഇത്ര നേരം നമുക്കെന്ന് പറയുന്ന ഒരു എളുപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനത്തെ സംഖ്യ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് അവന്മാർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന സംഖ്യ. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കേസിലേക്ക് മാറി. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് നോക്കി ചിന്തിച്ചു. 68 81. അപ്പോൾ 68ൻ്റെ കൂടെ 10 കൂട്ടിയാൽ 78, 3 13 കൂട്ടിയാൽ 68ഉം 13ഉം കൂടെ കൂട്ടിയാൽ 81 വരും. ഈ 81ഉം 96ഉം അവയുടെ വ്യത്യാസം എത്രയാണ്? ഇനി 96ഉം 81ൻ്റെയും വ്യത്യാസം 5 1 6, 8 1 9, 15. നമ്മൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇങ്ങനെ നമ്മൾ കണക്ക് കൂട്ടാൻ പോകരുത്. അപ്പം നോക്കണം, നമ്മൾ 81ൻ്റെ കൂടെ 96 കുറയ്ക്കാൻ നമ്മൾ പേനയും പേപ്പറിൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യരുത്. നമുക്കത് ടൈം കൺസ്യൂമിങ് ഒരുപാടാണ്. നോക്കി, 81ൻ്റെ കൂടെ 10 കൂട്ടി 91, പിന്നെ 91 ആണെങ്കിൽ 96ലേക്ക് എത്താൻ ഒരു 5ഉം കൂടെ, അപ്പം 15 കൂട്ടി. ഇനി നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളേ. നമ്മൾ ഇതുപോലെ പേനയും പേപ്പറും എടുത്ത് ചെറിയ സംഖ്യകളൊന്നും എഴുതി കൂട്ടാനും കുറയ്ക്കാനും പോകരുത് കേട്ടോ. അങ്ങനെയെങ്കിൽ 13ൻ്റെ വ്യത്യാസം ആദ്യ കേസിൽ 68 81 ആകാൻ 13ൻ്റെ വ്യത്യാസം, 81 96 ആകാൻ 15ൻ്റെ വ്യത്യാസം. അങ്ങനെയെങ്കിൽ അപ്പം നമുക്ക് 13 15. അപ്പോൾ ആ അടുത്ത വ്യത്യാസം 17 ആണെന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ശരിയാണോ നമുക്ക് നോക്കാം. 17ൻ്റെ വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. 96ഉം 17ഉം കൂടി നമ്മൾ ചുമ്മാ കൂട്ടി നോക്കി. അപ്പോൾ 6 7 13, 9 1 10, 11 113. അവിടെ ശരിയാണെന്ന് നോക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇത് 17 ആണെങ്കിൽ അടുത്തത് 19ൻ്റെ വ്യത്യാസമായിരിക്കും വരുന്നത്. അപ്പം 113ൻ്റെ കൂടെ 19 ഒന്ന് ചുമ്മാ കൂട്ടി നോക്കി. 9 3 12, 2 1 3, ശിഷ്ടം കൂട്ടി 3 1 132. അപ്പോൾ ശരിയായി, നമ്മുടെ പാറ്റേൺ കറക്റ്റായി. നോക്കിയേ, +13 +15, അതായത് +13 +15 +17 +19. അതായിരുന്നു നമ്മുടെ അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസിൽ സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് ഇപ്പം ഞാൻ ഇവിടെ നോക്കി 68 81, ചെറിയൊരു വ്യത്യാസമുള്ളൂ. 81 96, അതും ചെറിയ വ്യത്യാസമുള്ളൂ. അങ്ങനെയുള്ള കേസിൽ ആ പൊതുവ്യത്യാസം ഒന്ന് നോക്കിയേക്കുക. ആ സംഖ്യകളുടെ വ്യത്യാസമായിരിക്കും. അവിടെ ഗുണനത്തിനും ഹരണത്തിനും നമ്മൾ പോകാൻ നിൽക്കണ്ട. നമ്മൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ചിലപ്പം അവയുടെ വ്യത്യാസം അല്ലെങ്കിൽ സംഖ്യകളുടെ പൊതുവ്യത്യാസം ഒന്ന് നോക്കുന്നതായിരിക്കും നമ്മുടെ ആൻസറിലേക്ക് എത്താൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളുടെ കാൽക്കുലേഷൻ സ്റ്റെപ്പ് നന്നായിട്ട് നമ്മൾ കുറയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് നമുക്ക് കൃത്യമായിട്ടൊരു സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരുടെയും എക്സാമിൻ്റെ സമയത്ത് എല്ലാവരുടെയും ഒരു പരിഭവമാണ് നമുക്ക് എക്സാമിന് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിൻ്റെ സമയം ഏറ്റവും കൂടുതൽ പോകുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതുപോലെ ഒരുപാട് ക്രിയകൾ ചെയ്യുന്നു. നമ്മളത് റെഡ്യൂസ് ചെയ്യണം. മൈൻഡിൽ കുറേയധികം കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം.
എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് കുറേയധികം നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാനിവിടെ വേറൊരു കൺസെപ്റ്റും കൂടെ പറയാം കേട്ടോ. നിങ്ങൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ്, ഈ അഡീഷന് നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മൾ 13 15 15 17 17 19 ആ വ്യത്യാസത്തിൻ്റെ കാര്യമായിട്ടോ നമ്മൾ പറഞ്ഞേ. അപ്പം നോക്കിക്കേ, 96ൻ്റെ കൂടെ 7 കൂട്ടി. അപ്പം നിങ്ങൾ നോക്കണേ, അവസാന 2 സംഖ്യയുടെ കഥയോട്ടോ പറയുന്നത്. ഓപ്ഷനകത്ത് നിങ്ങൾ നോക്കി 5 ഉണ്ട്, അവസാന സംഖ്യ 5, അവസാന സംഖ്യ 0, 3, അവസാന സംഖ്യ 0. അപ്പോൾ 6ൻ്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയാണ് നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ? 6 7 13. 3 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. നമ്മൾ ഇതുപോലെ കാൽക്കുലേഷന് പോയില്ല. ഇനി ഓപ്ഷനകത്ത് 2 കേസ് പറയുവാണ്. ഇപ്പോൾ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 123, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 113, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ 103 എന്നാണെങ്കിൽ, എല്ലാ കേസിലും 3 ആണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒരു സംഖ്യയും കൂടെ ആഡ് ചെയ്ത് നോക്കുക. ഈ കേസിൽ നോക്കി നമുക്ക് 3 മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷനകത്ത്. അപ്പോൾ 6 7 കൂട്ടുമ്പം 3 13, അവസാന ഡിജിറ്റ് 3-ൽ അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാൽക്കുലേഷന് പോകേണ്ട, ഓപ്ഷൻ സി നമുക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകുന്നു. 121, 253, 374, 495 ഡാഷ് അറിയത്തില്ല. അപ്പം 121 നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വന്നത് 11ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ രണ്ടാമത്തെ സ്ക്വയർ 12ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 13ൻ്റെ സ്ക്വയർ നോക്കി. 12ൻ്റെ സ്ക്വയർ നമ്മൾ എത്രയാണെന്ന് പറഞ്ഞേ? 11ൻ്റെ സ്ക്വയർ നമ്മൾ പറഞ്ഞു 121. 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144. പക്ഷേ അതല്ല വന്നേക്കുന്നത്, 253 വന്നേക്കുന്നത്. അപ്പോൾ അതായത് 121ൻ്റെ ഇരട്ടിയായി എന്നല്ല അർത്ഥം, ഏകദേശം കറക്റ്റല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ 121ൻ്റെ ഇരട്ടി നോക്കി, ചുമ്മാ നോക്കി, 2 4 2 242. അപ്പോൾ നമ്മൾ ഇനി ഇരട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 253ൻ്റെ ഇരട്ടി നോക്കി. 253ൻ്റെ ഇരട്ടി വരുമ്പം ഏകദേശം 400 സംതിങ് വരണം. പക്ഷേ ഇവിടെ 374 ഉള്ളൂ. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മുടെ തെറ്റായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 11ൻ്റെ സ്ക്വയർ അല്ല, അപ്പോൾ ഇത് സ്ക്വയർ സീരീസ് അല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ അതിൻ്റെ ഇരട്ടി നോക്കി, അതുമല്ല. അപ്പോൾ എന്താണ് ഇതിനകത്ത് പോകുമ്പോഴേ? 121, 253, 374, 495. അപ്പോൾ ഒരു പോകുമ്പോഴേ നമുക്ക് കാണുന്നില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? ഈ വ്യത്യാസം നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് ഒരുപാട് ഗ്യാപ്പിലേക്കാണ് വരുന്നത്. 253 121 തമ്മിലുള്ള വ്യത്യാസം, 374 253 വ്യത്യാസം. അപ്പോൾ ഞാൻ അതാ പറഞ്ഞ റീസണിങ്ങിൻ്റെ കേസ് നമുക്കറിയാൻ മേലെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. പക്ഷേ ഇത് നമുക്ക് കിട്ടും എന്നുള്ള ചിന്തയിൽ നമ്മൾ സമയം ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ ചിലവാക്കും. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡൗട്ട് അടിച്ച് തുടങ്ങിയാൽ റീസണിങ്ങിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് മാക്സിമം ടൈം അങ്ങ് ഇട്ട് കൊടുക്കും. നമ്മളതിന് കിട്ടിയിട്ടേ പിന്മാറുള്ളൂ എന്ന ചിന്തയിൽ നമ്മൾ പിന്നെയും ഇരിക്കും. അപ്പം നമ്മൾ പല മെത്തേഡും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, 121ൻ്റെ കേസിൽ ആദ്യത്തെ 2 ഡിജിറ്റ് നോക്കിയേ, 1 1, ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ് 1 1. ഇവയുടെ സമ്മ എത്രയാണെന്ന് നോക്കിയേ, 1 + 1 2. അതല്ലേ നോക്കിയാൽ 121. ശരിയാണോ? നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെറ്റ് നോക്കാം. 253. ഫസ്റ്റും ലാസ്റ്റിൻ്റെ സമ്മ എത്രയാണ്? 3 2 5. ആഹാ, കൊള്ളാലോ. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഇനി ഇവിടെ നോക്കിയേ, 1 2 2 3 3 4 4, ഇനി 5 ആകണം. 5 ആകണം. ഇനി അടുത്തത് നോക്കണേ, 5 ആകണം. നോക്കി അടുത്ത ലാസ്റ്റ് ഡിജിറ്റ് നോക്കി, 1 3 3 4 4 5 5 7. അപ്പോൾ 1 3 4 5 അതിനൊരു സീരീസ് നമുക്ക് പറയാനില്ല. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ടൈം ഏക്കാലും 5-ൽ അവസാനിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി ഓപ്ഷനിലേക്ക് പോവുകയാണേ. ഇനി ഓപ്ഷനിലേക്ക് നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സംഖ്യയും അവസാനത്തെ, ഇപ്പോൾ 121-നകത്തെ ആദ്യ സംഖ്യയും അവസാന സംഖ്യയുടെയും ഡിജിറ്റിൻ്റെ സമ്മായിരിക്കും നടുക്കത്തെ സംഖ്യ. ഓപ്ഷൻ എ ഒന്ന് നോക്കിയേ, 5 565. 5 5 കൂടെ കൂട്ടിയാൽ 6 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് നോക്കിയേ, 523. 523ൻ്റെ ആദ്യ ഡിജിറ്റ് 5ഉം അവസാന ഡിജിറ്റ് 3ഉം. ഡിജിറ്റിൻ്റെ സമ്മ എത്ര വരും? 5 3 8 വരുള്ളൂ. 2 കെട്ടത്തില്ല. അതും ക്യാൻസൽ ചെയ്യാം. ഓപ്ഷൻ ഡി ഒന്ന് നോക്കിയേ, 5000
102. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് 5, ലാസ്റ്റ് ഡിജിറ്റ് 2. സം എത്ര വരും? 5 2 7. ഇവിടെ 10 കിടക്കണം. നടക്കുമോ? ഇല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ഓപ്ഷൻ സി എവിടെ കിടപ്പുണ്ട്? ഓപ്ഷൻ സി ഒന്ന് നോക്കിയേ. 5116. ഫസ്റ്റ് ഡിജിറ്റ് 5, ലാസ്റ്റ് ഡിജിറ്റ് 6. 6ഉം 5ഉം കൂട്ടുമ്പം 11. അപ്പോൾ നോക്കിയേ, 5 + 6 എന്ന് പറയുന്നത് 11. അതല്ലേ എഴുതി വെച്ചിരിക്കുന്നത് 51 16. 51 16 നോക്കിയേ. ഇവിടെ നോക്കിയേ, 495. 495 എന്ന് പറയുമ്പം 5ഉം 4ഉം കൂടെ കൂട്ടി 5 4 9 495 അത് മാറി. ഇനി 374 മൂന്നാമത്തെ ടൈം നോക്കിയേ, 3ഉം 4ഉം കൂടെ കൂട്ടി 7 മാറി. 374. അതാണ് ഞാൻ പറഞ്ഞത്, റീസണിങ്ങിൽ പല രീതിയിൽ പല മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 51 16. വേറെ ഒന്നും ഇവിടെ ചെയ്തില്ല. ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റിൻ്റെ സമ്മ്, അതായിരുന്നു നമ്മളവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ 5116. ഓപ്ഷൻ സി ആയിരുന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.